നമസ്കാരം. അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്കമാലി പഴയ മുനിസിപ്പാലിറ്റിയുടെ മെയിൻ്റനൻസിനെതിരെ LDF കൗൺസിലർമാർ ആരോപിച്ച ആരോപണത്തിനെതിരെ UDF കൗൺസിലറുടെ പ്രതികരണം. ഏകദേശം 2,70,00,000 രൂപ മുതൽ മുടക്കിയിട്ടാണ് നമ്മുടെ പഴയ മുനിസിപ്പാലിറ്റി മെയിൻ്റനൻസ് ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ നല്ല ഭംഗിയായിട്ട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതി ഇത് പൊളിക്കാൻ തീരുമാനമെടുത്താന്നുള്ളത് എല്ലാവരും അറിയണം. ആ തീരുമാനത്തെ ഈ പൊളിക്കാൻ തീരുമാനമെടുത്തത് പുറകിലെ സ്ഥല ഉടമയ്ക്ക് ഉള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആ ഒരു എടുത്ത തീരുമാനം ധീരമായിട്ട് നമ്മൾ മാറ്റി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ച് ഇതിന്റെ ഫിറ്റ്നസ് തയ്യാറാക്കിയിട്ട് 2,70,00,000 രൂപ മുടക്കി ഇതിന്റെ മെയിൻ്റനൻസ് പരിപാടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു വ്യക്തി ആ മുനിസിപ്പൽ ആലോചിക്കണം, ഒരു പണി നടക്കുന്ന സ്ഥലമാണ്, ആ സ്ഥലത്തേക്ക് കയറി ചെന്ന് വീഡിയോ ക്യാമറ ഓൺ ആക്കി പൊളിഞ്ഞു കിടക്കുകയാണ്. അതായത് ഓൾറെഡി മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് പറഞ്ഞാൽ എന്താണ്? നിലവിലുണ്ടായ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ ഭാഗം ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള പ്രക്രിയയിലാണ് അവിടെ നടക്കുന്നത്. ഇത് വീഡിയോ എടുത്ത് അയാൾ ഇടാണ് ഇതൊക്കെ പൊളിഞ്ഞു കിടക്കാണെന്ന്. അപ്പൊ ഇത്രത്തോളം പ്രഹസനമായ രീതിയിലാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇതിലായിരുന്നു അഴിമതി, ഏത് പഴയ മുനിസിപ്പാലിറ്റിയിൽ. ഇപ്പൊ പറയുന്ന സ്ഥലത്തിലാണ് അഴിമതി. ഇവരിങ്ങനെ ഇലക്ഷൻ അടുക്കുന്തോറും പുതിയ പുതിയ ആരോപണങ്ങളായിട്ട് വന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതിയെ തെറ്റായ ആളുകളിലേക്ക് എത്തിക്കുക, അതായത് ഇവിടെ അഴിമതി നടക്കുന്നുണ്ടെന്ന് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷെ ഇത് വില പോകില്ല എന്നുള്ളത് അങ്കമാലി നഗരസഭാ വാസികൾക്കറിയാം, അങ്കമാലിയിലെ സാധാരണ ജനങ്ങൾക്കറിയാം. അത്രത്തോളം നല്ല രീതിയിലേക്ക് ഈ 4.5 വർഷം പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങളും മറ്റുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ദീർഘവൃഷ്ടമുള്ള പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഭരണസമിതിയിൽ ഇവിടെ 3 വാട്ടർ ATM മെഷീനുകൾ 15 ലക്ഷം രൂപ മുടക്കി ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു. ഈ ടോയ്ലറ്റ്, മൊബൈൽ ക്രിമിറ്റോറിയം, ഈ ഒരൊറ്റ ഉദാഹരണം എടുക്കാം. ATM മെഷീനുകൾ, വാട്ടർ ATM മെഷീനുകൾ 3 തവണയാണ് ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ മെയിൻ്റനൻസ് നടത്തിയത്. ഈ 3 തവണ മെയിൻ്റനൻസ് നടത്തിയിട്ടും ഈ പദ്ധതി നല്ല ദീർഘവർഷത്തോടുകൂടി പണിത പദ്ധതിയാണ്. കോയിനൊക്കെ ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവര് വലിയ കൊട്ടി കോസ്റ്റ് കൊണ്ടുവന്ന പദ്ധതിയാണ്. ഈ കോയിൻ സിസ്റ്റം ഒഴിവാക്കിയിട്ട് പോലും ഒരു തുള്ളി വെള്ളം ഈ മെഷീനിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി. 3 തവണ മെയിൻ്റനൻസ് നടത്തിയെന്ന് ആലോചിക്കണം. അതിനുവേണ്ടി പോലും എക്സ്ട്രാ ഫണ്ട് കണ്ടെത്തി മെയിൻ്റനൻസ് നടത്തിയിട്ട് പോലും ഒരു പ്രായോഗിക തലത്തിൽ പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിലേക്ക് ആ പദ്ധതിക്ക് മാറി. ഈ ടോയ്ലറ്റില് ഫയർഫോഴ്സ് ഒന്നാണ് ഒരാളെ രക്ഷപ്പെടുത്തിയത്. അത്രത്തോളം രീതിയിലേക്ക് ദീർഘവർഷത്തോടെ അവിടെ നടത്തിയെന്ന് പറഞ്ഞ പരിപാടികളെല്ലാം ഫ്ലോപ്പായി തീർന്നിട്ടും ETP പോലുള്ള നഗരസഭയുടെ ഗ്രേഡിംഗ് കൂട്ടുന്ന OWC പോലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇപ്പോ ഈ OWC നമ്മൾ മേടിച്ചു വെച്ചത് ശരിക്കും ഇറച്ചി മാലിന്യങ്ങളെല്ലാം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അന്ന് ഇത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ഈ ഇറച്ചി മാലിന്യങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ശേഖരിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോ EWCയിൽ വേസ്റ്റുകൾ കുറഞ്ഞു. അപ്പോ നമ്മൾ ആദ്യം ഡെയിലി ചെയ്തുകൊണ്ടിരുന്നത് 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ രീതിയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ETP ഇപ്പൊ നേരത്തെ സൂചിച്ചു അവൈലബിൾ അല്ല, കിട്ടുന്ന രീതിയിലാണ് നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആവശ്യമില്ലാതെ ഇത് ഓണാക്കേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ലല്ലോ. വേസ്റ്റ്, ഇറച്ചി മാലിന്യങ്ങൾ, മറ്റ് വേസ്റ്റുകൾ വരുന്നതാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ആ വേസ്റ്റുകൾ വരുന്നത് കുറയ്ക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ അവിടെ ചെന്ന് നോക്കുമ്പോ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന വിഡിത്തപരമായ രീതിയിൽ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തെറ്റായ നടപടികൾ അവർ പിന്തിരിയണം. ഒരുമിച്ച് ചേർന്ന് ഭരണസമിതിയോടൊന്ന് ഒരുമിച്ച് ചേർന്ന് കുറച്ച് നാൾ കൂടെ ഉള്ളൂ ഈ ഭരണസമിതി. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഞാൻ അവരെ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ അവര് മുനിസിപ്പാലിറ്റിയോട് കൂടെ ചേർന്ന് നിന്ന് തന്നെ നല്ല പ്രവർത്തനങ്ങൾ ഈ കുറഞ്ഞ കാലയളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാം.